ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം ചായയുടെ കൂടെയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്നാക്കൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴോ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു എഗ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. ആദ്യം തന്നെ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി സവാള നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി അടുത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് മൈദ, 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തത് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് കുഴിയുള്ള പാത്രം തന്നെ എടുക്കാൻ നോക്കണം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി ഇതുപോലെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ആ ബാറ്റർ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല ആക്കിയത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 മുട്ട പുഴുങ്ങി ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ട ചേർത്ത് മുട്ട പതിയെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചീസും ചേർത്ത് കൊടുക്കുന്ന സമയം കൊണ്ട് ഇതിൻ്റെ അടിഭാഗം നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സോസ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസോ റെഡ് ചില്ലി സോസ് ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മാവ് നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി 1-2 മിനിറ്റ് മാത്രം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇതുപോലെ ഇളക്കി നോക്കണം. ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു 30 സെക്കൻഡ് മാത്രം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.